എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഇന്ദ്രൻ ചെല്ലുവാണ്. ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കിളവി വന്നിട്ടുണ്ട്, അവരോട് എന്നോട് ഭരിക്കാൻ വന്നേക്കലെന്ന് പറയണം. ഇത് കേട്ട രാജലക്ഷ്മി ഒന്ന് പതുക്കെ പറയടാ, അംബികാമ്മ എങ്ങനെ കേട്ടുണ്ട് അത് മതിയെന്ന് പറയണം. എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമില്ല എന്നെ ഭരിക്കാനായിട്ട് ആരും വരുന്നത്, അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കുക. എടാ മോനെ ഇന്ദ്ര, എങ്ങാനും അവർ കേട്ടുണ്ട് അതോടുകൂടി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാണെന്ന് പറയാം. അവരെ ആ ഓർഫനേജ് കൊണ്ട് വിട്ട സമയത്ത് മനുഷ്യനൊരു സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള മനുഷ്യൻ്റെ സമാധാനം കൂടെ പോയെന്ന് പറയണം. എടാ നീ ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, ആ വിഷയം അങ്ങോട്ട് വിട്ടാരേ. അവരെന്താളും കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോൾ അവരെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ദേ അവർക്ക് ഭരിക്കണമെങ്കിൽ അവർ പോയി ആ വിശ്വത്തെ ഭരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ പുന്നാര കൊച്ചുമോനല്ലേ, വിശ്വം അവർ നന്നായിട്ട് ചേരുന്നതെന്ന് പറയാണ്. രാജലക്ഷ്മി പറഞ്ഞു, കുറച്ച് ദിവസം നമ്മൾ സഹിച്ചാൽ മതിയാവുള്ളൂ, എത്ര ദിവസം അവിടെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പല്ലവീനെ ചിലപ്പോൾ തിരികെ കൊണ്ടുവരാനായിട്ട് നിനക്കൊരു സഹായമായാലോ അവർ. പിന്നെ അവർ സഹായം എനിക്കിട്ട് പാര പണിയാനായിട്ടോ നോക്കുള്ളൂ, അവരുടെ സ്വഭാവം ഇന്നലെയാണോ അമ്മ അറിയണേന്ന് ചോദിക്കുകയാണ്. എന്നോടാരും ഒരേ നിയന്ത്രണം വെക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ അടുക്കലേക്ക് അവരെ പറഞ്ഞു വിട്ടേക്കലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇന്ദിര അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ഓർത്തു, ദൈവം ഇനിയിപ്പോൾ ഒരു യുദ്ധക്കളാവാൻ മാറാൻ ചാൻസ് ഉണ്ട് ഈ വീട്, അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ അംബികാമ്മയും ഇന്ദ്രനും തമ്മിൽ മൂന്നാം നാട്, രണ്ടുപേരും ചേരത്തില്ല. പോരാത്തൻ ഇനിയിപ്പോൾ ഇവൻ ഇച്ചിരി ഭ്രാന്ത് ഇളകിയിരിക്കുന്ന സമയം കൂടെയാ, ഇനിയിപ്പോൾ ഇവൻ്റെ ഭ്രാന്തിന് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമോ, ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞാൻ പെട്ടുപോകും. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പല്ലവി എന്ത് ചെയ്യുക, ആൻ ടീച്ചറിനെ ഫോൺ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ടീച്ചറിനെ വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് പല്ലവിയുടെ ദേഹത്തേക്ക് ഒരു പല്ലി വന്ന് വീഴുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടു പല്ലവി പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടിപ്പോയി. ഒരു നിമിഷം പല്ലവി കാറിക്കൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സേതു വരുന്നത്. സേതുവിനെ ആദ്യം കാണുന്നത്, സേതുവിനെ വട്ടം കയറി കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്നുള്ള അപ്രതീക്ഷിതപ്പെടുത്തുവാണ്ട് സേതുവും കൂടെ ഒന്ന് വേച്ചു പോയി. രണ്ടുപേരും കൂടെ ആ സെറ്റിയിലേക്ക് പോയി വീണ് കിടക്കുവാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് സ്വാതി ഋതുവും കൂടെ വരുന്നത്. അവർ ഈ അലറിയുള്ള കരച്ചിലൊക്കെ കേട്ടായിരുന്നു. പെട്ടെന്ന് വരുമ്പോൾ കാഴ്ച സേതുവിൻ്റെ നെഞ്ചിലേക്ക് വീണു പല്ലവി കിടക്കുന്നതാണ്. ഒരു നിമിഷം സ്വാതി ഋതുവിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് ഋതു അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പല്ലവി പെട്ടെന്ന് അങ്ങോട്ട് മാറി. ഇതെന്താ ഇവിടെ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണേന്ന് ഋതു വന്നിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. പെട്ടെന്ന് പല്ലി അത് പിന്നെ ഒരു പല്ലിയോ പല്ലിയാ പാറ്റയാന്ന് പറഞ്ഞിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എവിടെയും പോയി കാണിച്ചുകൂടെ, ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പാർക്കിൽ പോയി അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോയി കാണിക്കുന്ന കാഴ്ചകൾ പോലെ ഉണ്ട്, നാണമില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് സ്വാതി പറഞ്ഞു, വലിയ ടീച്ചറാണ് പോലും എന്നിട്ട് കാണിച്ച് കൂട്ടുന്ന കണ്ടെന്ന് ചോദിക്കുക. സേതു പറഞ്ഞു, ഇതേ കാര്യം അറിയില്ലാതെ വെറുതെ കിടന്ന് പറയില്ലെന്ന് പറയാണ്. കാര്യം ഇതേക്കുറിച്ച് ഇനി എന്താ അറിയാനിരിക്കുന്നത്, അതെ ഇവിടെ നിങ്ങൾ മാത്രമല്ല ഉള്ളേ, ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, ആ ഒരു ഓർമ്മയും കൂടെ വേണമെന്ന് പറയാം, നാടമില്ലാത്തങ്ങൾ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടു എന്ന് പറയണം. ഇത് കേട്ടപ്പം പല്ലവി പെട്ടെന്ന് പറഞ്ഞു, ഋതു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയതുകൊണ്ടാ, എനിക്ക് പല്ലീനെ പാറ്റനെയൊക്കെ പേടിയോ. ഓഹോ, പല്ലീനെ പാറ്റനെ അത്രയ്ക്ക് പേടിയാണോ, അപ്പോൾ വല്ല പാമ്പും വന്നാലും നിങ്ങൾ എന്ത് ചെയ്തേനും, എന്നാൽ ഈ വീട് പിടിച്ച് കുലുക്കി വിട്ടാരെന്ന് പറയണം. ഈ സമയം വല്ലാത്തൊരു ടെൻഷനായി പോയി പല്ലവിക്ക്, വല്ലാത്തൊരു ചമ്മലൊക്കെ ഫീൽ ചെയ്തു. പെട്ടെന്ന് സ്വാതി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നമ്മളെല്ലാവരെയും വെറുതെ പറ്റിച്ചോണ്ടിരിക്കാം, പുറമേന്ന് പറയുമ്പോഴോ ആരുമല്ല, ഒരു ഭർത്താവുണ്ട്, എന്നിട്ട് ആ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടാ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് വരികയാണ്. പൂർണ്ണിമ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയത്, എന്താ ഇവിടെ ഒരു കരച്ചിൽ കേട്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലി പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ ഒരു പല്ലിയോ നേരത്തേക്ക് വേണം അതുകൊണ്ടാന്ന് പറയണം. അതാണ് കാര്യം, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ എന്ന് പറയണം. ഇത് കേട്ടോ ഋതു പറഞ്ഞു, പല്ലി ചാടിയിട്ടുണ്ടെങ്കിൽ ചത്തുപോകുന്നു വിചാരിച്ചിട്ട് ഇവിടെ കിടന്ന് എന്തൊക്കെ പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെന്ന് പറയാണ്. പൂർണ്ണിമ പറഞ്ഞു, പല്ലീനെ പേടിയായതുകൊണ്ടല്ലേ. ഇത് കേട്ടിപ്പോൾ പല്ലി പറഞ്ഞു, അത് പിന്നെ പൂർണ്ണിമ ഞാൻ പേടിച്ചു പോയതുകൊണ്ടാന്ന് പറയാം, സാരമില്ല മോള് പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ പല്ലവി അങ്ങോട്ട് പോവാണ്. ഈ സമയം ഋതു രൂക്ഷമായിട്ടൊന്ന് സേതുവിനെ നോക്കുകയാണ്. സേതു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. പക്ഷെ മുറി ചെന്നാലും സേതുവിൻ്റെ മനസ്സിലേക്ക് പല്ലവിയാണ് വന്നേ. പല്ലവി ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നിരിക്കുന്ന ആ രംഗമൊക്കെ ഒരു പക്ഷെ പല്ലവിക്ക് തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുമോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്താണെന്നറിയില്ല. ആകെപ്പാടെ ഒരു ഫീലിങ്സ് ആയി സേതുവിന്. ഈ സമയം പല്ലവിക്ക് അതിനേക്കാളും വലിയ ടെൻഷനായിരുന്നു. ശരി മോശമായിപ്പോയി താൻ ചെയ്തേ. ആ സമയത്ത് അങ്ങനെ സേതുവേട്ടൻ വരുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്നുള്ള ടെൻഷനിൽ സേതുവേട്ടനെ കയറി കെട്ടിപ്പിടിച്ച ആകെപ്പാടെ നാണക്കേടായി പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് പല്ലവി അവിടെ ഇരിക്കുകയാണ്.
അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് പ്രതാപനും പത്മജയുടെ വരവ് അങ്ങോട്ട്. പ്രതാപം വന്നിട്ട് പൂർണ്ണിമയുടെ ചോദിച്ചു, എങ്ങനെയുണ്ട് പൂർണ്ണിമ ചേച്ചി, ഇപ്പോൾ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല. അതെ, എനിക്കെന്നാൽ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയിപ്പോയി, അതുകൊണ്ടാന്ന് പറയണം. പിന്നീട് പത്മജ പറഞ്ഞു, ഞാൻ ഈ പ്രതാപേട്ടനോട് എന്നൊട്ട് പറയുന്നതെന്നറിയോ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തേക്ക് കല്യാണമൊക്കെ അടുത്ത് വരുമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പൂർണ്ണിമ വെച്ചു, അല്ല നിഖിലിൻ്റെ അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞു, അവരിതിലായിട്ടൊന്നും വിളിക്കുകയോ പോലും ചെയ്തില്ല. അതോർത്ത് പൂർണ്ണിമയ്ക്ക് വിഷമിക്കൊന്നും വേണ്ട, അവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയണം. പോരാത്തൊരു പൊന്നുമടത്തിലെ കുട്ടിയല്ലേ, അപ്പോൾ ആർക്കാ ഇഷ്ടപ്പെടാത്തെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എന്നാലും അങ്ങോട്ടേക്കല്ലേ പോയി താമസിക്കണ്ടേ അച്ചു. പക്ഷേ എങ്കിൽ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാവുമോ, അത് അവരോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ എന്ന് പറയും. ആ കാര്യത്തിൽ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ്. നന്ദേട്ടനോടും ശ്രീവിദ്യേച്ചിയോടും ഒക്കെ നിഖിലിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇതെല്ലാം കേട്ട് ഞാൻ പൂർണ്ണിമയ്ക്കൊരു സമാധാനമേ. ഇതേ ഒരു കാര്യം കൊണ്ട് ഇനി വിവാഹം മുടങ്ങിപ്പോയല്ലേ. കാരണം മാധവേൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വിവാഹം മുടങ്ങി, ഇനി അടുത്തതും കൂടെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് പോലും സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ആ സമയത്താണ് ഋതു അങ്ങോട്ട് വരുന്നത്. പ്രതാപനെ കണ്ട് ആ അങ്കിളെന്നും പറഞ്ഞിട്ട് ഓടി വരുവാണ്. പിന്നീട് ഋതുവിനോട് ചെന്തയ്ക്കുണ്ട് മോളെ വിശേഷങ്ങൾ, 2 ദിവസമല്ലേ കണ്ടിട്ടെന്ന് പറയണം. അതെ, ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നപ്പം അങ്കിളിനെ കണ്ടില്ലായിരുന്നല്ലോ, അത് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാന്ന് പറയണം. അങ്കിൾ വന്നേ, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ പ്രതാപനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. എന്താ മോളെ, എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കാം. അതെ, വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? ആ വിൽപത്രത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, സേതു ഇവിടെയാണ് താമസിക്കുന്നതൊക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അച്ഛൻ്റെ വിവാഹം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ വിൽപത്രത്തിൽ ഒരവകാശമില്ലെന്ന്. കാരണം സ്വത്തുക്കൾ 60% പെൺമക്കളായ 3 മക്കൾ ഞങ്ങളുടെ പേരിലേക്കായിരിക്കുമെന്ന്, അയാൾക്കൊരിതില്ലെന്ന്. ഇത് കേട്ടതും പ്രതാപൻ്റെ കണ്ണുകളൊന്നും തുടങ്ങി. എന്നിട്ടോ മോളെ, എന്നിട്ട് എന്ത് ചെയ്യാനാ, ഇപ്പം എന്ത് തീരുമാനിക്കാനാ? പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. അച്ഛൻ്റെ കല്യാണമല്ലേ, അത് തീരുമാനിച്ചുറപ്പിച്ച് വെച്ചേക്കുന്നതല്ലേ, അത് മുടങ്ങാൻ പാടില്ലോ എന്ന് പറയാം. അത് ശരിയാ, അത് മുടങ്ങാൻ പാടില്ല. ഒരു പക്ഷേങ്കിൽ മുമ്പായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, അവൻ ആ വില്ലുപത്രവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ലായിരുന്നു, അവൻ ആ വില്ലുപത്രത്തിൽ എഴുതിയൊക്കെ സ്വത്ത് പോലും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ നമുക്കൊരു പ്രയോജനം ഉണ്ടെങ്കിലേ, എന്താ, 1 വർഷത്തിലുള്ള ഈ പറയുന്ന സേതുമാധവൻ്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അതെ ഈ വിൽപത്രം ക്യാൻസലായി പോകുന്ന പറയണേ. അത് കൊള്ളാലോ, 1 വർഷത്തിലുള്ള അവൻ്റെ കല്യാണം നടക്കണം, നടന്നില്ലേ പോയെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴിക്കൊന്ന് നോക്കിയാലോ. അത് ശരിയാ അങ്കിളെന്ന് പറയാണ്. കാരണം അച്ഛൻ്റെ വിവാഹം ഇപ്പം മുടക്കാൻ പറ്റില്ല നിഖിലുമായിട്ടുള്ള, കാരണം സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനുള്ളതാ. നിഖിലുമായിട്ടുള്ള ബന്ധം എങ്ങനെയും നടന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് ഈ കല്യാണം നടക്കണം, ഒരു കാരണവശാലും ഇത് മുടങ്ങിക്കൂടാ. ആ ഒരു ചിന്തയായിരുന്നു പ്രതാപൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് പ്രതാപനും പത്മജയും കൂടെ അങ്ങോട്ട് പോകണേ. അതിനുശേഷം സേതു എന്ത് ചെയ്യുവാണ്, സേതു നേരെ പുറത്തേക്ക് പോവാണ്. കുറേ ദിവസമായിരുന്നു പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട്. അങ്ങനെ മിത്രേട്ടൻ്റെ അടുത്ത് കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പല്ലവി എന്ത് ചെയ്യുവാണ്, കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ദ്രൻ്റെ ഫോൺ കോളായിരുന്നു. പല്ലവി എടുത്ത് നോക്കിയപ്പം ഇതാരെ പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്നോർത്ത് കോൾ എടുക്കുവാണ്. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായോ, ഞാൻ ഇന്ദ്രനാന്ന് പറയാണ്. ഈ പേര് കേട്ടോ പല്ലവി ഞെട്ടി. നിങ്ങളെന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുക. അതെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയണം. എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് നിങ്ങളെ കാണേണ്ട കാര്യമില്ലെന്ന് പറയണം. നീ താഴേക്കൊന്ന് ഇറങ്ങി വന്നേ, ഞാനിവിടെ വീണ്ടോടോ നിൽപ്പണമെന്ന് പറയണം. ഗേറ്റിന് വെളിയിലുണ്ട്, എനിക്ക് കാണണമെന്ന് പറയാം. ഓഹോ, നിങ്ങൾ ഗേറ്റിന് വെളി വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണമല്ലേ, ഞാൻ വരത്തില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് കയറി വരാം, എന്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പറയാം, അവസ്ഥയിലായിപ്പോയി പല്ലവിക്ക് ആ ടെൻഷൻ. എങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലോ. പെട്ടെന്ന് പല്ലവി കോള് കട്ട് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് പോവാണ്. എന്നിട്ട് നേരെ ചെന്ന് അടുക്കളയിലേക്കാണ്. ബേബി ചേച്ചിയോട് ചോദിച്ചു, ബേബി ചേച്ചി സേതുവേണ്ണ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, കണ്ടില്ലോ, സേതു വൈകുന്നേരം പോയത് ഇതുമായിട്ടും വന്നിട്ടില്ല മോളെ എന്ന് പറയാണ്. കാരണം സേതു വരാത്തതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പല്ലവിയുടെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇന്ദ്രൻ വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നേരെ സേതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പല്ലവി. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പരിധിക്ക് പുറത്താണ് പറയുന്നത്. എൻ്റെ ഭഗവാനെ, പരിധിക്ക് പുറത്താണല്ലോ, ഇങ്ങനെ ഇത് എവിടെ പോയി. ഇനിയിപ്പോൾ ആ ഇന്ദ്രൻ വന്ന് നിൽപ്പുണ്ട്, ഇറങ്ങി ചെന്നില്ല ഈ പ്രശ്നവും. അകത്തേക്ക് അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി പൂർണ്ണാമയൊക്കെ ഉണ്ട്. ഇന്നാളത്തെ പോലെ പൂർണ്ണാമയ്ക്ക് വല്ല അസുഖം ഉണ്ടായാലോ. പല്ലവി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ പല്ലവി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവേണം. അപ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു നീ വരുമെന്നിറങ്ങി, നിനക്ക് ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ നിൻ്റെ ഭർത്താവല്ലേ. ഇനി വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വരുത്താനായിട്ട് എനിക്കറിയാമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്കും പല്ലവി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ, മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോളാൻ പറയണം. ഇതേടെ പറഞ്ഞു, പോകുന്നില്ലെങ്കിലോ നീ എന്ത് ചെയ്യും. അതെ, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനോ ഞാൻ വന്നേന്ന് പറയും. കൂട്ടിക്കൊണ്ട് പോകാനോ?
അതേ എന്തിനാ വെറുതെ കളിക്കരുതെന്ന് പറയണേ. കളിച്ചതല്ല, നിന്നെ കൊണ്ടാൻ തന്നെയാ വന്നേ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചാ വന്നേ. നീ എൻ്റെ ഭാര്യയാണെങ്കിൽ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിരിക്കും. അത് മാത്രമല്ല, എൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ട്, നിന്നെ ഒന്ന് കാണണമെന്ന് എൻ്റെ അച്ഛമ്മയ്ക്ക്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എനിക്ക് ആരെയും കാണേണ്ട കാര്യമില്ലെന്ന് പറയണം. അത് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു പറയണം. അപ്പോഴേക്കും ഒരു കാർ വന്നിരിക്കുന്നത്. ആ കാറിനകത്തുനിന്ന് സേതു അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇത് കണ്ടത് ഇന്ദ്രൻ ആദ്യം ഒന്ന് പതറി. പല്ലവിക്ക് സന്തോഷമായി. ദൈവമേ, സേതുവേട്ടൻ വന്നല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ലെന്നൊരു ചിന്തയായി. അങ്ങനെ സേതു അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താടാ നിനക്ക് എന്താടാ പൊന്നുമടത്തെ കാര്യം എന്ന് ചോദിക്കുക. അതെ, പൊന്നുമടത്തെ കാര്യം എന്താണെന്ന് ഇവളോട് ചോദിച്ചു നോക്ക്. ഡേ, പല്ലവി എൻ്റെ ഭാര്യ, ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണം. പല്ലവി നിന്റെ ഭാര്യയോ? അതിന് ഡിവോഴ്സ് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേടാന്ന് ചോദിക്കും. അതൊക്കെ നടന്നുകൊണ്ടിരുന്നോട്ടെ, പക്ഷേ എനിക്കിവിടെ കാണണം, സംസാരിക്കണം, പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ചോദിക്കാൻ നീ ആരുടാന്ന് സേതുവിനോട് ചോദിക്കുക. ഞാൻ ആരാ നിനക്ക് അറിയണം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റൊരടിയായിരുന്നു ഇന്ദ്രനെ കർണം തീർത്ത്. പിന്നെ അവിടെ നിന്ന് ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് നടന്നത്. അവസാനം ഇന്ദ്രനെ അവിടെ നിന്ന് വലിച്ച് പുറത്തേക്ക് വിടണം. അപ്പോഴേക്കും അകത്തുനിന്ന് പൂർണ്ണിമയും സ്വാതി ഋതുവൊക്കെ ഓടി വന്നു. അവരെല്ലാവരും വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രനെ വലിച്ച് പുറത്തേക്ക് ഇടുന്നതാണ്. ഇതെല്ലാം കൊണ്ട് ഒരു നിമിഷം പൂർണ്ണിമ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം ഞാനൊരു യാത്രയിലായതുകൊണ്ട് കാറിലിരുന്ന വീഡിയോ ചെയ്യുന്ന കേട്ടോ. പിന്നെ എല്ലാവരും പറയരുത്, കാറിലിരുന്ന് വീഡിയോ ചെയ്തതിന് കുറ്റമൊന്നും പറയരുത് കേട്ടോ. വീട്ടിലല്ലാത്തതുകൊണ്ടാണ്, ഞാൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.